എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. അതായത് എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ്. നമ്മുടെ കുട്ടിക്കാലത്തിൽ, എൻ്റെ കുട്ടിക്കാലത്ത് ഈ ആൾക്കൂട്ടത്തിലേക്ക് പോകാൻ വലിയ മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. അതായത് ഉത്സവം, പൂരം, പൂയത്തിനൊക്കെ പോകാൻ ഇഷ്ടമല്ല ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അച്ഛൻ നിർബന്ധിക്കുമ്പോൾ രാവിലെ പോയി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാനല്ലാതെ ഈ ആനേനെ എഴുന്നള്ളിക്കുന്ന സമയത്തോ അങ്ങനെയൊന്നും ഞാൻ പോകാറില്ല. പക്ഷെ നമ്മുടെ വീടിനടുത്തൊരു അമ്പലമുണ്ട്, പൊക്കത്തമ്പലം, അയ്യപ്പന്റെ ക്ഷേത്രമാണ്. അവിടെ ഞാൻ പോകും ഈ മധുരസേവ വാങ്ങിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തില് കുറച്ച് വളയും പൊട്ടും അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് വരും. അപ്പൊ ഒരുപാട് നല്ല ഓർമ്മകൾ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് മധുരസേവനെ കുറിച്ച് ഓർക്കുമ്പോൾ. ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായി നല്ലൊരു മധുരസേവ കഴിച്ചിട്ട്. അപ്പൊ ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് ശരി, എന്തുകൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിക്കൂടാ, മക്കൾക്കും പരിചയപ്പെടുത്തി കൊടുക്കണം, അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ കൂടെ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്നെ പോലെ മധുരസേവനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു 30 മിനിറ്റ് മാത്രം മതി. അതിനുള്ളിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ പുറത്തുനിന്ന് വാങ്ങിക്കുന്നേക്കാളും നന്നായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. പണ്ടത്തെ ടേസ്റ്റ് ഒക്കെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ തയ്യാറാക്കിയിരുന്ന ആപ്പിൾ വീറ്റ് കേക്ക് ഒരുപാട് പേര് തയ്യാറാക്കി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. അതുപോലെ കാണാത്തവരും ട്രൈ ചെയ്യാത്തവരും കേക്ക് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിയാണ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുട്ടിക്കാലത്തിന്റെ മധുരമായ ഓർമ്മകൾ നിറയുന്ന നമ്മുടെ സ്വന്തം മധുരസേവ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തം ഉത്സവപ്പറമ്പിലെ മധുരസേവ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് 1 കപ്പ് കടലമാവ്. കടലമാവ് വറക്കാത്ത കടലമാവാണ്, വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. പച്ച കടലമാവ് നമുക്ക് 1 കപ്പിന്റെ അളവാണ് ഞാൻ പറയുന്നത്. 1 കപ്പ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. 1 കപ്പ് കടലമാവിന് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി. വറുത്ത അരിപ്പൊടി ആണെങ്കിലും പ്രശ്നമില്ല, വറുക്കാത്ത അരിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ പാലപ്പത്തിന്റെ വറുത്തിട്ടുള്ള പൊടിയാണ്, നൈസ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. പുട്ടുപൊടി വേണ്ട, നൈസ് ആയിട്ടുള്ള പൊടി, വറുത്തതായാലും വറുക്കാത്തതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി അതിലോട്ട് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പാവാൻ പാടില്ല, എന്നാലും ഒരു മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ വറക്കാൻ ഉപയോഗിക്കുന്ന ഓയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. അതേസമയം നിങ്ങൾ വറക്കുന്നത് വെളിച്ചെണ്ണയിലാണെങ്കിൽ ഈ സമയത്തും വെളിച്ചെണ്ണ ഒഴിക്കണം. 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഓയിലുകൾ ഉപയോഗിക്കാൻ പാടില്ല. വെളിച്ചെണ്ണ ആണെങ്കിൽ മൊത്തം 2 പ്രാവശ്യം വെളിച്ചെണ്ണ എടുക്കണം, അല്ലെങ്കിൽ ഓയിലാണെങ്കിൽ 2 പ്രാവശ്യം ഓയിൽ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ 2 തരം ഓയിലാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പതഞ്ഞു പൊങ്ങാൻ തുടങ്ങും നമ്മൾ വറക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചപ്പാത്തി പരുവത്തിന് കുഴച്ചെടുക്കണം. അപ്പോൾ നോർമൽ വെള്ളമാണ്, ചൂടുവെള്ളം ഒന്നുമല്ല, തണുത്ത കോൾഡ് വാട്ടറും അല്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് അളന്ന് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുക, അല്ലാതെ ഒരുപാട് ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. ഇപ്പോൾ കുറച്ചെടുത്ത് നോക്കട്ടെ വെള്ളത്തിന്റെ അളവ്. അപ്പം ഞാനിപ്പോൾ 1/2 ഗ്ലാസ് മുഴുവനും ഒഴിച്ചിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട് അതിൽ വെള്ളം. അപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. ഇനി വെള്ളം വേണ്ട. അപ്പോൾ ഇതുപോലെ ഇരിക്കണം, ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല. ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കങ്ങ് അത് പ്രസ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഇടിയപ്പത്തിന്റെ പ്രസ്സിൽ കൂടെ പ്രസ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയിരിക്കുന്ന ഒരു പരുവത്തിൽ നമുക്ക് നിർത്താം. അപ്പോൾ വെള്ളം എനിക്ക് 1/2 കപ്പ് വേണ്ടി വന്നിട്ടില്ല, ഇത്രയും വെള്ളം ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിന്റെ അളവ് നിങ്ങൾ എപ്പോഴും സൂക്ഷിച്ച് ഒഴിക്കുക. കാരണം കടലമാവിലേക്ക് പെട്ടെന്ന് തന്നെ വെള്ളം കൂടും, അതുകൊണ്ട് ശ്രദ്ധിക്കുക. വെള്ളത്തിന്റെ അളവ് 1/2 ഗ്ലാസ്സിൽ നിന്നും നോക്കാൻ പാടില്ല, നിങ്ങളുടെ മാവനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഈ ഒരു അളവ് ഞാൻ കൈയൊന്ന് കഴിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാ ഞാൻ കൈയൊന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തൊടുമ്പോൾ കയ്യിലോട്ട് ഒട്ടിപ്പിടിക്കാൻ പാടില്ല, അതാണ് നമ്മുടെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ, അതായത് സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചപ്പാത്തി മാവിന്റെ ഒരു പരുവാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സംഭവം നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഒരു ഇടിയപ്പത്തിന്റെ പ്രസ്സിൽ കൂടെ പ്രസ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഇടിയപ്പത്തിന്റെ പ്രസ് ഞാൻ കാണിച്ചു തരാം. ഇതേപോലുള്ള ഇടിയപ്പത്തിന്റെ പ്രസ്സാണുള്ളത്. അതിൽ മാക്സിമം വലിയ ഹോളുള്ള അച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനേക്കാളും വലിയ ഹോള് നമുക്ക് ശരിക്കും വേണം. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന മധുരസേവയിൽ വലിയ മധുരസേവയായിട്ടാണ് കിട്ടുക. അത് കുറച്ചും കൂടി വലുതായിട്ടാണ്, വലിയ ഹോളിൽ കൂടിയാണ് അവർ പ്രസ് ചെയ്തെടുക്കുക. പക്ഷെ എൻ്റെ അടുത്തിപ്പോൾ ഇതാണ് മാക്സിമം അച്ചിലുള്ള വലിയ ഹോൾ, അതുകൊണ്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതിനേക്കാളും വലിയ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി, ആ അച്ചിട്ട് കൊടുത്താൽ മതിയാകും. കുറച്ച് മാവ് എടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നും പാടില്ല, വെള്ളമൊക്കെ തുടച്ചിട്ടുള്ള അച്ചാണിത്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയിലേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. ബാക്കിയുള്ള മാവ് അടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതാ ഞാനിപ്പോൾ ഇത് വറക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിൽ
ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. മീഡിയം ചൂടാവട്ടെ കേട്ടോ. ഒരുപാട് ചൂടാവാൻ പാടില്ല, അതേസമയം ഒരുപാട് ചൂട് കുറയാനും പാടില്ല. മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് പ്രസ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. അപ്പോൾ ഇത് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായോ എന്നൊന്നും ജസ്റ്റ് ചെറിയൊരു പീസിലേക്ക് ഇട്ട് നോക്കുക കേട്ടോ. എന്നിട്ടത് കറക്റ്റ് ചൂടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി നമുക്കിതിലോട്ട് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് നല്ല ക്രിസ്പി ആവുന്ന വരെ ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിടുക. നല്ല ക്രിസ്പി ആവണം കേട്ടോ, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേസമയം കരിയാൻ പാടില്ല. മീഡിയം ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതേസമയം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നന്നായിട്ട് കരിഞ്ഞു പോകും, കളറൊക്കെ മാറും. ഇതിൻ്റെ കളറൊന്നും മാറാൻ പാടില്ല. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഇത് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ സേവനാഴി കൂടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ പാത്രത്തിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ മുറുക്കുണ്ടാക്കിയപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ കറക്റ്റ്. ഇതിപ്പോൾ വെള്ളത്തിൻ്റെ ഇത് ടെൻഷൻ്റെ ഒരു ആവശ്യമില്ല, ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിക്കോളൂ. മുറിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ അതിനൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത്, വെള്ളത്തിൻ്റെ അളവൊക്കെ. അപ്പോൾ ഇത് നമുക്കൊന്ന് തിരിച്ചിടുക. അതിന് ശേഷം നല്ല ക്രിസ്പി ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത്ര എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പൊരിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കുറേ സമയം ഒരു 3-4-5 ബാച്ചായിട്ടൊക്കെ ഇത് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, വലുതായിട്ടാണ് ഉണ്ടാവുക. ഇതിപ്പോൾ വളരെ നൈസായിട്ടുള്ള സംഭവമാണ്. പക്ഷെ എന്താ ചെയ്യുക, നമ്മളതിൽ ഉള്ളത് പോലെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ ഹോളുള്ള അച്ചുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പൈപ്പിംഗ് ബാഗൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നോസിൽ വേണം. അല്ലാണ്ട് സാധാരണ പൈപ്പിംഗ് ബാഗിൽ കൂടെ എന്താ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും പൈപ്പിംഗ് ബാഗിൻ്റെ ആ ഹോള് വലുതായി തീരെ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നോസിൽ എൻ്റെ അടുത്ത് അത്രയും ചെറിയ നോസിലില്ല, ഭയങ്കര വലിയ നോസിലാണ്. അപ്പോൾ പിന്നെ ഓവറായിട്ട് സൈസ് കൂടിപ്പോവും, അതാണ് പ്രശ്നം. പക്ഷേ സൈസും ചെറുതാണെങ്കിലും ടേസ്റ്റ് പക്കയാണ്, സൂപ്പറാണ്. നിങ്ങൾ ഇത് ഉണ്ടാക്കാന്ന് വെച്ചാൽ സൂപ്പർ ഈസിയാണ്. എന്താന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതേപോലെ തിരിച്ചും മറിച്ചിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയതിനു ശേഷം ഒരു കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബാച്ച് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടോ ഒരു കഷ്ണം എടുത്തിട്ട് കഴിച്ച് നോക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അത് നമുക്ക് ഒരു കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റാം കേട്ടോ. ഞാനൊരു പാത്രത്തിൽ കുറച്ച് ടിഷ്യൂ ഇട്ട് വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുക്കുക. അടുത്തത് ഇതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഇതിലൊന്നും എണ്ണ പിടിക്കില്ല, അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. രണ്ടാമത്തെ ബാച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ പോലെ നന്നായിട്ട് ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 7-8 മിനിറ്റ് എടുക്കും കേട്ടോ. സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്യണേ, ധൃതി പിടിക്കരുത്. ആ സമയം കൊണ്ട് നമുക്ക് ഇതന്നെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. മധുരസേവ കണ്ടിട്ടില്ലേ? ഒരു ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഉണ്ടാവും. ഒരുപാട് ചെറുതല്ല, ഒരു മീഡിയം കഷ്ണങ്ങളായിട്ട് നമുക്കിതങ്ങ് മുറിച്ചെടുക്കാം കേട്ടോ. തീരെ നൈസായി കഴിഞ്ഞാൽ നന്നായി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ നമ്മുടെ അവസാനത്തെ ബാച്ചും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതും ഇതേപോലെ തന്നെ ചെറുതായിട്ട് പീസസ് ആയിട്ട് മുറിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള പഞ്ചസാര പാനി റെഡിയാക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിലെല്ലാം ഇതേപോലെ സൈസിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ തുടങ്ങാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരന്നിട്ടുള്ള ഒരു പാത്രം കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് 1/4 കപ്പ് വെള്ളം, സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് നമുക്ക് തീ വെക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ഷുഗർ സിറപ്പ് ഒറ്റ നൂൽ പരുവാവണം. അതായത് നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ഒറ്റ നൂല് വരുന്ന പോലെ ഒരു പരുവാവുന്ന സമയത്താണ് നമുക്ക് ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സേവ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ആകപ്പാടെ ഒരു 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതെല്ലാം റെഡിയാക്കി വെക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പം നമ്മൾ സേവ് ഇല്ലേ, സേവ് നിങ്ങൾക്ക് തലേദിവസം തന്നെ റെഡിയാക്കി വെക്കാം. ചൂടോട് കൂടി ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ സേവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം തോന്നുന്നത് ആ സമയത്ത് ഇതേപോലെ ഷുഗർ സിറപ്പ് റെഡിയാക്കിയതിന് ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സേവ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അപ്പോഴാണെങ്കിലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നന്നായിട്ട് തിളച്ച് ഒറ്റ നൂൽ പരുവാവട്ടെ. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കൈ വെച്ച് തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു നൂല് പരുവം ഫീൽ ചെയ്യുന്നുണ്ടല്ലേ, കാണുന്നുണ്ട് നിങ്ങൾക്ക്? ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സേവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പതുക്കെ മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്ക് ഷുഗർ സിറപ്പ് എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം എല്ലാ ഭാഗത്തേക്ക് എത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും തീ ഓൺ ചെയ്യണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഷുഗർ സിറപ്പ് കഴിയുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ചിലവർ ഇതിൽ ഏലക്കപ്പൊടി ചേർക്കാറുണ്ട്. പക്ഷെ ഞാൻ ഏലക്കപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ.
പണ്ട് ഞാൻ കഴിച്ചിരുന്നതിലൊന്നും ഏലക്കപ്പൊടിയുടെ മണമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണ്. കുട്ടിക്കാലത്ത് നമ്മുടെ പൂയം ഓർമ്മകളൊക്കെയാണിത്. അപ്പം അതേ ഷേപ്പിൽ കിട്ടിയില്ലെങ്കിലും പക്ഷേ സ്വാദിന് ഒരു കോംപ്രമൈസും ഇല്ല. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഷുഗർ സിറപ്പ് ആയിട്ടുണ്ട്. ഒരുപാട് ഷുഗർ സിറപ്പ് ഇടരുത് കേട്ടോ, അപ്പോൾ കടും മധുരമാവേ, അപ്പോൾ പിന്നെ കഴിക്കാനേ തോന്നില്ല നമുക്ക്. ഇത് ലൈറ്റ് മധുരമാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് തീ ഓൺ ചെയ്യാം, ചെറിയ തീയിലിടുക. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം. ഇത് ചൂടാറുമ്പോഴാണ് ഈ ഷുഗർ ഇതിൻ്റെ മേലെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ഇതിനെ നമ്മൾ വിളയിക്കാന്ന് പറയാം. ഇനി ഷുഗർ നിങ്ങൾക്ക് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഷുഗർ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് മെതറി കൊടുക്കുക. അപ്പോഴും നന്നായിട്ടുണ്ടാവും. പക്ഷെ ഞാനിനി എക്സ്ട്രാ ഷുഗർ ഒന്നും എടുക്കുന്നില്ല, കാരണം ഇത് അത്യാവശ്യം എനിക്ക് പാകമാണ് മധുരം. മൊത്തം ഷുഗർ കഴിയുന്ന വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പോൾ താഴെ നോക്കുമ്പോൾ പാത്രത്തിൽ ഷുഗർ ഇല്ലല്ലോ. ഓക്കെ, ഓഫ് ചെയ്യുക. ഇനി തണുത്തതിന് ശേഷം എങ്ങനെ ഇരിക്കുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ മധുരസേവ തണുത്തു. ഞാൻ നിങ്ങൾക്ക് ക്ലോസപ്പ് കാണിച്ചു തരാം. ഇത്രേ ഉള്ളു പരിപാടി. ഈസി പീസി നമ്മുടെ നൊസ്റ്റാൾജിക്, നമ്മുടെ ചെറുപ്പത്തിൻ്റെ ഓർമ്മകൾ എപ്പോഴും ഓടി വരുന്ന മധുരസേവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വായ കഴിച്ചു നോക്കട്ടെ. പഞ്ചസാര ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിച്ചു നോക്കട്ടെ. ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും കേട്ടോ. സൂപ്പർ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. അതേസമയം അത്ര ഈസിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി കൊടുക്കും. അവർ കഴിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കഴിക്കാത്ത കുട്ടികളുണ്ടാവും. അപ്പം അമ്മയുടെ ചെറുപ്പത്തിലെ ഉള്ള സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാളുകൾ കേടാവാതെ ഇരുന്നോളും. പക്ഷെ വീട്ടിലിരിക്കുമോ എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ, കാരണം കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ കണ്ടെയ്നറിൽ ഇടാൻ പാടില്ലാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആയതിനു ശേഷം കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ക്രിസ്പിനെസ് ഒരിക്കലും പോകില്ല. അത് ശ്രദ്ധിക്കുക. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരമാണ്. ഒരുപാട് ഓവറുമല്ല, അതേസമയം കുറവുമല്ല. അപ്പോൾ ഈ ഒരു അളവ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണമെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇതൊരു ചെറിയ അളവാണ്. നിങ്ങൾക്ക് ഇരട്ടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാം ഇരട്ടിയായിട്ട് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ അടുത്ത റെസിപ്പി ചെയ്യാൻ പോകുന്നത് നമ്മുടെ റാഗി ദോശയാണ്. ഹെൽത്തി മില്ലറ്റ് ദോശയാണ്. അപ്പോൾ റാഗി ദോശ താല്പര്യമുള്ളവർ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഞങ്ങൾ സ്പിന്നീസിലേക്ക് നടന്നു പോവാണ്. വൈറ്റമിൻ D3യും B12 ഒക്കെ പരിശോധിച്ചു, ഇപ്പോഴും കുറവാണ്. അതുകൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്യാൻ പറഞ്ഞു ഞങ്ങളോട് രണ്ടുപേരോടും. അത് മരുന്ന് കഴിച്ചിട്ട് അബ്സോർവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇഞ്ചക്ഷൻ തന്നെ വേണമെന്ന് പറഞ്ഞു 3 മാസം. അപ്പോൾ അതിന് നടന്നു പോവാണ്. എക്സസൈസ് മുടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു രണ്ടുപേരോടും. അപ്പോൾ നല്ലോണം നടക്കുന്നുണ്ട് ഞങ്ങൾ എന്നും. എന്നിട്ടും നടത്താൻ പോരാന്നൊക്കെ പറയണേ. ശരി, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു.